നമസ്കാരം. നമസ്കാരം. കഥകളിയിലെ തുല്യതയെക്കുറിച്ചും സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ഈ ഒരു 45 വർഷത്തെ ഈ ഒരു കലാസബരിക്കിടയിൽ താങ്കൾ എത്തിപ്പെട്ട തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘം അല്ലേ? അവിടെ എത്തിപ്പെട്ടതും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷറൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട സംഗതികൾ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം 1975 വനിതാ സംഘം പ്രാബല്യത്തിൽ വരുന്നത്. അന്ന് തൃപ്പൂണിത്തുറയിലെ കൃഷ്ണനാരാശാൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി അന്ന് വലിയ രാധിക ചേച്ചി എന്നാണ് ഞങ്ങൾ പറയുക, രാധിക വർമ്മ, രാധിക ചേച്ചിയും മീര ചേച്ചി, മീര നാരായണൻ, വൃന്ദ ചേച്ചി, ഇവരൊരുമിച്ചൊരു കല്യാണ സൗഗന്ധികം. അതായത് മത്സരത്തിൽ രാധിക ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടുന്ന തുടങ്ങിയാണ്. ആൺകുട്ടികളുടെ കൂടെ മത്സരിച്ചിട്ട് രാധിക ചേച്ചിക്ക് ഫസ്റ്റ് പ്രൈസ് യൂത്ത് ഫെസ്റ്റിവലിന് കിട്ടുന്ന മുതൽക്കാണ് ഇതിൻ്റെ ഒരു ഘടന തുടങ്ങുന്നതെന്ന് അർത്ഥം. അപ്പോൾ 1975 തുടങ്ങി അത് കളികളുടനീളം ഉണ്ടായിരുന്നു. ഞാൻ തൃപ്പൂണിത്തുറയിൽ എത്തിപ്പെടുന്നത് 89 ആ 89 മുതൽക്ക് ഞാൻ വനിതാ സംഘത്തിലുണ്ട്. എനിക്ക് എൻ്റെ നല്ലൊരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ വന്നു താമസാക്കിയിട്ട് ഒരു 10 ദിവസമോ 15 ദിവസം അപ്പുറം എത്തിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ നെടുംതൂണുകൾ എന്ന് പറയുന്ന, ഇപ്പോൾ രണ്ടുപേരും ഇല്ല, സതി വർമ്മ എന്ന് പറയും, ഞങ്ങൾ സതിയമ്മായി എന്ന് വിളിക്കും, അമ്മയേക്കാൾ മീതയാണ് ഞങ്ങൾക്കെല്ലാം. അപ്പോൾ അതുപോലെ ഹരിയമ്മാവൻ സതിയമ്മയുടെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. അപ്പോൾ ഇവരായിരുന്നു ഇതിൻ്റെ, ഞാൻ അറിയുന്ന കാലം തൊട്ട് ഇവരാണ് ഇതിൻ്റെ നെടുന്തൂൺ. അപ്പോൾ ഇവർ രണ്ടാളും വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, മോളെ കളിക്ക് ഞങ്ങളുടെ ഒപ്പം വിടണം എന്ന് പറയുകയാണ്. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അവരുടെ അന്ന് ബാക്കിയൊക്കെ ചേച്ചിമാരാണ്. അപ്പോൾ കുറച്ച് ചിലവരുടെ കല്യാണം കഴിഞ്ഞ് പോവും, ചിലവർക്ക് ജോലിയായി പോവും, ചിലവർ ഈ പറഞ്ഞ മാതിരി പഠിത്തം പരീക്ഷകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 17 വയസ്സിൻ്റെ പ്രായത്തിലൊറ്റാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഞാനാണ് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി ഞാൻ ചെല്ലും. അപ്പോൾ നമ്മൾ സ്ഥിരം കുറേ വേഷങ്ങളുണ്ട്, പുറപ്പാട് തൊട്ട് തുടങ്ങും. പിന്നെ എല്ലാ കഥകളിലെയും കൊച്ചു കൊച്ചു വേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും മറ്റുള്ള വേഷങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ദുര്യോധനം കൃഷ്ണനും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കളിച്ചു തുടങ്ങിയല്ല. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ഇതെന്ന് പറയുന്നത് ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പം സതിയമ്മായി പറഞ്ഞു, ഹംസം കളിക്കണം നളചരിതം 1-ാം ദിവസം. അപ്പോൾ അച്ഛൻ്റെ ഗുരുനാഥൻ കൊടുത്തിട്ട് ഒരു കൊക്കുണ്ട് അച്ഛൻ്റെ കയ്യിൽ, ഒരു പഴയ, ഇപ്പോഴും എൻ്റെ കയ്യിൽ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്ന് ആയിക്കോട്ടെ പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പത്മനാഭൻ ചേട്ടൻ എന്നാണ് വിളിക്കുക, പത്മനാഭനാശൻ. പത്മനാഭൻ ചേട്ടൻ വന്നു, അച്ഛൻ അവിടെ ഇരിക്കേണ്ട. അച്ഛൻ്റെ ഒരു ഇതിൽ പത്മനാഭൻ ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഹംസവും ഹനുമാനും, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ വൃത്തിയോ അതിൻ്റെ ചടുലതയോ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇതിന്ന് കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നാൾ, ഒരു 25 വയസ്സൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ സതിയമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഹനുമാൻ കിട്ടണം കല്യാണ സൗന്ദര്യം. അപ്പോൾ ഞാനാണെങ്കിൽ വേറൊരു ഹനുമാനും കിട്ടിയിട്ടില്ല, ഞാൻ ലവണാസുരമൊന്നും കളിച്ചിട്ടില്ല അതിന് മുമ്പ്. അപ്പോൾ പറഞ്ഞു കളിക്കണം, അതിനിപ്പോൾ എന്താ എന്ന് ചോദിച്ചു. അങ്ങനെ മെല്ലെ അത് ലവണാസുരം അല്ലെ കല്യാണ സൗന്ദര്യം ഹനുമാൻ പഠിക്കുകയും. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സീനിയർ ജൂനിയർ തരംതിരിവൊന്നുമില്ല. അപ്പം എന്നെക്കാളും വളരെ സീനിയർ ആയിട്ടുള്ള ചേച്ചിയുടെ ആയിരുന്നു ഭീമൻ. അപ്പം എൻ്റെ ഹനുമാൻ സാധാരണ തിരിച്ചാണ്, സീനിയർ ആയിട്ടുള്ള ആൾ ഹനുമാൻ കളിക്കുക, അങ്ങനെയൊക്കെയാണ് കണക്ക്. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു ചരിത്രമാണ് ഞങ്ങൾക്ക് അവിടെ. ഇന്ന വേഷം അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ അവിടം തൊട്ടൊരു എനിക്ക് തോന്നുന്നു വലിയ നമ്മളിൽ സതിയമ്മയ്ക്ക് ഭയങ്കര ധൈര്യം മാത്രമല്ല നമുക്കും കൂടി ധൈര്യം തരും. അതങ്ങോട്ട് പഠിച്ച് കളിച്ചോളൂ, അതായത് ഒരു ആജ്ഞ പോലെയാണ്. നമുക്ക് കളിക്കുമോ എന്നുള്ള ചോദ്യമൊന്നുമില്ല, അതങ്ങൾ കളിച്ചാൽ മതി, ഞങ്ങൾ കളിച്ചാൽ നോക്കി കളിച്ചോളൂ, പോയി പഠിച്ചങ്ങോട്ട് കളിച്ചോളൂ എന്ന് പറയും. അപ്പം നമുക്ക് ആ ഒരു ഇതിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ പഠിച്ചേ പറ്റൂ, അപ്പം നിർബന്ധിതരാണ്. അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ കുറേ നല്ല വേഷങ്ങൾ വനിതാ സംഘത്തിൽ. ഇപ്പോഴും നമുക്കൊരു നല്ലൊരു കളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല വേഷം അവിടെ ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് എന്താ പറയണ, എല്ലാവരും ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതുകൊണ്ട് ഒരു ഇത്തിരി കുറവുകളായിരുന്നു. ഇപ്പോൾ പക്ഷേ വീണ്ടും നമ്മൾ സജീവമായിട്ട് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ കളികൾ വരുമ്പം എപ്പോഴും നമുക്കൊരു നമ്മളെ അവിടെ കൺസിഡർ ചെയ്തിട്ടൊരു വേഷം നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു രസം.